ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷനാണ് ഇനി നോക്കാനുള്ളത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് എന്നുള്ള കൺസെപ്റ്റാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് y ഈക്വൽ എഫ് എഫ് എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ വൈൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ എപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡി വൈ ബൈ ഡി എക്സ് എടുക്കുക. ക്വസ്റ്റ്യൻസ് നോക്കുക. Find the rate of change of the area of a circle with respect to its radius when r is equal to 3 centimeters. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യുന്നത് എന്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്, വിത്ത് റെസ്പെക്ട് ഏതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് വേണ്ടത്, സർക്കിളിൻ്റെയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏരിയൻ്റെ ആ ഫോമുല അങ്ങ് എഴുതുക, എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ആറിലേ പറഞ്ഞിരിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് റേഡിയസ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് റേഡിയസ് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ദാറ്റ് ഇസ് ഡി എ ബൈ ഡി ആർ എടുക്കും. വിത്ത് റെസ്പെക്ട് ഏതാണ് തന്നേക്കെന്ന് നോക്കണം, അത് വെച്ച് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡി എ ബൈ ഡി ആർ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പൈ ഇൻറ്റു 2r, ദാറ്റ് ഇസ് 2 പൈ ആർ. ഇനി നമുക്ക് വേണ്ടത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, അതാണ് ഡി എ ബൈ ഡി ആർ, വെൻ ആർ ഇസ് ഈക്വൽ 3 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ആ ആറിന് പകരം 3 സെൻറ്റിമീറ്റേഴ്സ് കൊടുക്കണം റൈറ്റ് സൈഡിൽ. അത് റെപ്രസെന്റ് നോക്കെ ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 3 എന്ന് വായിക്കണം. ഡി എ ബൈ ഡി ആർ ബ്രാക്കറ്റ് ആർ ഇസ് ഈക്വൽ 3 എന്ന് കൊടുത്തിരിക്കുന്നത് അറ്റ് ആർ ഇസ് ഈക്വൽ ടു 3 എന്ന്. അപ്പോൾ ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 3 ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു 3, ദാറ്റ് ഇസ് 6 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെൻറ്റിമീറ്റർ. കാര്യം വിത്ത് റെസ്പെക്ട് റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഇസ് ഈക്വൽ ടു 5. സെയിം ക്വസ്റ്റ്യൻ, പക്ഷേ ഇവിടെ പെർ സെക്കൻഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ പെർ സെക്കൻഡ് ആൻസർ കൊടുക്കണമെന്നേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് റേഡിയസ് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ. സോ ഡി എ ബൈ ഡി ആർ ഈക്വൽ 2 പൈ ആർ വെൻ ആർ ഈക്വൽ ടു 5 മീൻസ് 10 ഇൻറ്റു പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന ആൻസർ കൊടുക്കുക. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, കാരണം പെർ സെക്കൻഡാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പെർ സെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. Next question, the volume of a cube is increasing at the rate of 8 centimeter cube per second. How fast its side increasing when the length of an edge is 4 centimeters? അപ്പോൾ ഒരു എഡ്ജ് എന്ത് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് എ ക്യൂബ് ആണ് വേണ്ടത്. അതിൽ തന്നിരിക്കുന്നത് വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡി വി ബൈ ഡി ടി ഇസ് ഗിവൺ. ഇപ്പോൾ വോളിയം വി ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതിക്കോണം. ഡി വി ബൈ ഡി ടി ഇസ് ഗിവൺ, ബാനും വിത്ത് റെസ്പെക്ട് ടൈമാണ് തന്നിരിക്കുന്നത്. പെർ സെക്കൻഡ് അല്ലേ തന്നേക്കുന്നത്, സോ വിത്ത് റെസ്പെക്ട് ടൈം ആണ് തന്നേക്കുന്നത്. സോ 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമുക്ക് വി ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ദാറ്റ് ഇസ് എ ഫോർമുല അല്ലേ വോളിയത്തിൻ്റെ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടൈം ആണ്. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടി, ദാറ്റ് ഇസ് ഡി എക്സ് ബൈ ഡി ടി. അതിൽ ഡി വി ബൈ ഡി ടി ഇസ് ഗിവൺ. സോ 8 ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി. നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ആണ് വേണ്ടത്. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 8 ബൈ 3x സ്ക്വയർ when x is equal to 4. കണ്ടോ, dx by dt at x is equal to 4 എന്ന് എഴുതിയിരിക്കുന്നത്, ഈക്വൽ ടു 8 ഇൻറ്റു 3 ഇൻറ്റു എക്സിന് വരെ 4 കൊടുക്കുക, ദാറ്റ് ഈസ് 4 സ്ക്വയർ ആയി. ദെൻ സിംപ്ലിഫിക്കേഷൻ, 4 8 16 താഴെ വരിക, 16 8 കൂടെ ക്യാൻസൽ ചെയ്താൽ ദാറ്റ് ബിക്കംസ് 2. സോ 2 ഇൻറ്റു 3 6, സോ 1/6 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ബിക്കോസ് എഡ്ജിൻ്റെ ലെങ്ത് അല്ലേ പറഞ്ഞിരിക്കുന്നത്, എഡ്ജിൻ്റെ റേറ്റ് അല്ലേ പറഞ്ഞത്, സോ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ പറഞ്ഞ പോലെ. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് സർഫസ് ഏരിയ ഇൻക്രീസിംഗ്. അപ്പോൾ സർഫസ് ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. വെൻ ദ ലെങ്ത് ഓഫ് എൻ എഡ്ജ് ഈസ് 16 സെൻറ്റിമീറ്റേഴ്സ്, അതൊക്കെ അവിടെ അവസാനം കൊടുക്കേണ്ടതാണ്. അപ്പോൾ വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് തന്നിട്ടുണ്ട്, സർഫസ് ഏരിയൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വേണം. പക്ഷെ പ്രശ്നം, വോളിയത്തിന് ഡയറക്റ്റ്ലി നമുക്ക് സർഫസ് ഏരിയയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. വോളിയത്തിനെ എഡ്ജിൻ്റെ ലെങ്തുമായി കണക്ട് ചെയ്യാം, സർഫസ് ഏരിയനെയും എഡ്ജിൻ്റെ ലെങ്തുമായി കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും രണ്ട് റിലേഷൻസ് ആയിട്ട് എടുക്കണം. സോ ബി ബി ദ വോളിയം ആൻഡ് എസ് ദ സർഫസ് ഏരിയ, എക്സ് ദ ലെങ്ത് ഓഫ് എൻ എഡ്ജ് എന്ന് എടുത്താൽ ഗിവൺ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് ഡി എസ് ബൈ ഡി ടി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 16. ഇതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എഴുതി വെച്ചു. We have x, v is equal to x cube അല്ലേ. dv by dt വിത്ത് റെസ്പെക്ട് ടു ടി ആ ഡിഫറൻഷ്യൻ്റ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആ ഡിഫറൻഷ്യൻ്റ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡേറ്റ തന്നിരിക്കുന്നത്. 3x square into dx by dt. So from there we can calculate the value of dx by dt as in the previous question, that is 8 by 3x square. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയയിലേ വേണ്ടത്. അപ്പോൾ സർഫസ് ഏരിയ എന്താണെന്ന് എടുക്കണം അടുത്തത്.
അപ്പോൾ ഇത് 8/3x² നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dx/dtന്റെ വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6x². കാരണം ഒരു ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസിന്റെയും ഏരിയ x² ആണ്. സോ 6x². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t, ds/dt is equal to 12x into dx/dt. ശരിയല്ലേ? അതിൽ dx/dtന്റെ വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം. ദാറ്റ് ഇസ് 8/3x². അതിൽ ക്യാൻസലേഷൻ നടക്കുന്നത് 3യും 12 ആയിട്ട് ക്യാൻസൽ ചെയ്താൽ 4 വരും. 4 into 8 32 ആയി. എക്സും 3x² ആയിട്ട് ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്റർ എക്സ് വരും. സോ ds/dt is equal to 32/x. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ dx/dtന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ds/dt at x is equal to 16 equal to 32/16. that is 2 centimeter square per second. Stone is dropped into a quiet lake and waves move in a circle at the rate of 5 centimeter per second. At the instant when the radius of this circle is 8 centimeters, how fast is the enclosed area increasing? ഇവിടെ ലിറ്ററേച്ചർ മാത്രമേ പ്രശ്നമുള്ളൂ. സർക്കിളിന്റെ ഏരിയന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വേണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. ഡേറ്റ തന്നിരിക്കുന്നത് ഇത്രയുമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് തന്നിട്ടുണ്ട്. ദാറ്റ്സ് dr/dt is given. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അസ്യൂം ചെയ്യാം. എ ഏരിയ എന്നും ആറിന് റേഡിയസ് എന്നും എടുക്കാം. ആ സർക്കിളിന്റെ ഗിവൺ dr/dt അവിടെ നോക്കണേ dl/dt എന്നാണ് കിടക്കുന്നത്. പ്രിന്റിംഗ് എറർ ആണ്. അത് dr/dt എന്നാക്കിക്കോണം. അപ്പോൾ dr/dt is equal to 5 centimeter per second. നമുക്ക് എന്തുണ്ട്? ഏരിയനല്ലേ വേണ്ടത്. സോ ഏരിയ is equal to pi r². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് x, dA/dt is equal to 2 pi r into dr/dt. അതിൽ dr/dt 5 centimeter per second. When r is equal to 8 centimeters, just substitute 2 pi into 8 into 5. അത്രയേ ഉള്ളൂ. അതവിടെ കൊടുത്തത്. സോ dA/dt at r is equal to 8 is 2 pi into 8 into 5. that is 80 pi centimeter square per second. അപ്പോൾ കൺസെപ്റ്റ് മാത്രം നോക്കുക, വേറെ ഒന്നുമില്ല. സോ ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഇൻക്രീസിംഗ് ഇറ്റ് 80 pi centimeter square per second. Now next question. The length x of a rectangle is decreasing at the rate of 5 centimeter per minute and the width y is increasing at the rate of 4 centimeter per minute. When x is equal to 8 centimeters and y is equal to 6 centimeters, find the rate of change of ഒന്ന് perimeter, രണ്ട് the area of the rectangle. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലെറ്റ് നമുക്ക് p പെരിമീറ്റർ ആയിട്ടും a ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആയിട്ട് എടുക്കാം. ഗിവൺ dx/dt is equal to -5 centimeter per minute. എന്തുകൊണ്ട് മൈനസ് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിക്രീസിംഗ് എന്ന് കാണുന്നിടത്തെല്ലാം റേറ്റ് ഓഫ് ചേഞ്ച്, റേറ്റ് അറ്റ് വിച്ച് ദ ഡിക്രീസിംഗ് എന്ന് കാണുന്നതെല്ലാം നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുത്തോണം. ഇൻക്രീസിംഗ് എന്ന് കാണുന്നിടത്തെല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ dx/dt is -5 centimeter per second and dy/dt is 4 centimeter per minute. Okay. So first part, okay, p is equal to 2x plus 2y. That is a perimeter, അല്ലേ? Differentiating with respect to pt, dp/dt is equal to 2 into dx/dt plus 2 into dy/dt. വാല്യൂസ് കൊടുക്കുക. 2 into -5 കാരണം dx/dt -5 ആണ്. പ്ലസ് 2 into 4 -2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ മീനിങ് റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് -2 മീൻസ് ദ പെരിമീറ്റർ ഈസ് ഡിക്രീസിംഗ് അറ്റ് 2 centimeter per minute. അവിടെ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നെഗറ്റീവ് സൈൻ വേണ്ട. Now ഏരിയ a is equal to xy. dA/dt is equal to product rule apply ചെയ്യണം. x into dy/dt plus y into dx/dt. The rate of change of area when x is equal to 8 and y is equal to 6 എന്ന് പറയുന്നത് dA/dt is equal to 8 into, കാരണം x ന് വരെ എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. അവിടെ ഇൻറ്റു സൈൻ ആണ്, x അല്ല കേട്ടോ. അത് 8 into -5. അത് x ഇല്ല, 8x അല്ല, കാരണം x ന് അവിടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞു. 8 into -5 plus 6 into 4. അപ്പോൾ -40 plus 24 അല്ലേ? -40 plus 24 is equal to -16 centimeter square per minute. എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഡിക്രീസിങ് at the rate of 16 centimeter square per minute. കാരണം അവിടെ പിന്നെ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ പിന്നെ നെഗറ്റീവ് സൈൻ കൊടുക്കരുത്. ഇവിടെ അസൈൻമെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. the radius of a circle is increasing at the rate of 0.7 centimeter per second. What is the rate of increasing of its circumference? അപ്പോൾ സർക്കിളിന്റെ സർക്കംഫറൻസും റേഡിയസും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. സർക്കംഫറൻസ് നമുക്ക് c എന്ന് എടുത്താൽ c is equal to 2 pi r.
ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടൈം. ഡി സി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 2π. അത്രേ ഉള്ളൂ. ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. പിന്നെ ആറിൻ്റെ ഡെറിവേറ്റീവിലുള്ളൂ 2π ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അതിൽ ഡി ആർ ബൈ ഡി ടി ഇസ് ഗിവൻ, ദാറ്റ് ഇസ് 0.7. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ 2π ഇൻറ്റു 0.7. 2π ഇൻറ്റു 0.7 ആയപ്പോഴത്തേക്ക് 1.4 ഇൻറ്റു π centimeter per second. That should be the answer. Okay, right.